മരിച്ചുപോയവരാണെന്നും അതൊക്കെ വിഗ്രഹങ്ങളാക്കി വെച്ച് പ്രാർത്ഥിക്കുന്നതിൽ അർത്ഥമില്ല എന്നും യഥാർത്ഥത്തിൽ സൃഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടതെന്നും പക്ഷെ ആ സൃഷ്ടാവിനെ ആരാധിക്കുന്ന യേശുവാണ്, യേശുവിൽ വിശ്വസിച്ചാലേ പാപമോചനം ലഭിക്കുമെന്നും ആ യേശു ട്രിനിറ്റി ത്രിയേകത്വം അതിൽ ഉൾക്കൊണ്ടുള്ള ജീവിതമാണ് ശാശ്വതമായതെന്ന് മനസ്സിലായപ്പോൾ നമ്മൾ അറിഞ്ഞ ഒരു സത്യം ജനങ്ങളിൽ പ്രചരിപ്പിക്കാൻ ഞാൻ പരിശ്രമിച്ചിരുന്നു. മാക്സിമം പിന്നെ വേറെ ജോലിക്കൊന്നും കയറാതെ മിഷണറി പ്രവർത്തനത്തിനായിട്ട് ഇറങ്ങുകയും പല സ്ഥലങ്ങൾ ഇപ്പൊ നമ്മുടെ മലപ്പുറം ജില്ലയിലൊക്കെ പലർക്കും കൊടുക്കുന്ന ലഘുലേഖ കൊടുക്കുക. എന്റെ മാതാവൊക്കെ ക്രിസ്തുമതത്തിലേക്ക് ചായവുള്ള ആളായും ക്രിസ്ത്യൻ പള്ളിയിൽ ചാലശ്ശേരി പള്ളിയിൽ പോകുന്ന ഒരവസ്ഥയിലും പിന്നെ അനേകർ ആ മാർഗത്തിലേക്ക് വഴി നടത്തുകയൊക്കെ ചെയ്തു. അങ്ങനെ കേരളത്തിൽ ഇതിന്റെ പ്രവർത്തനം ശക്തമായിരിക്കുമ്പോൾ ഇവരുടെ സഭകളിലുള്ള പ്രശ്നങ്ങൾ, ഒരു സഭയിലുള്ളവർ മറ്റൊരു സഭയ്ക്ക് കണ്ടുകൂടാ, മറ്റൊരു സഭയിൽ മറ്റൊരു കണ്ടുകൂടാ, അങ്ങനെയുള്ളതൊക്കെ ഇവിടെ നിന്നിട്ട് എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നു. പിന്നെ അവര് വല്ലാത്ത ഭൗതികത, ഈ സമർപ്പിക്കുക എന്ന് പറഞ്ഞ ബൈബിളിൽ പറയുന്നത് നിങ്ങൾ സുവിശേഷത്തിൽ പോകുമ്പോൾ 2 മുണ്ടെടുക്കരുത്, രണ്ട് ചെരുപ്പ് എടുക്കരുത്, നിങ്ങൾ ഭക്ഷിക്കാനുള്ളത് കൊണ്ടുവരുന്നത് ഭക്ഷിക്കാൻ നിങ്ങൾക്ക് പോകുന്നിടത്ത് തരും, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അവിടെ വെച്ച് നിങ്ങളുടെ നാവില് യേശു തരും എന്നൊക്കെയാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ആ ഒരു കഴിയുന്ന എന്ത് ആവേശമായിട്ട് ക്രൈസ്തവത അവരെന്താണ് പഠിപ്പിച്ചത് അങ്ങനെ ഉൾക്കൊണ്ട് അതിന്റെ പ്രചാരകനായിരുന്നു. അതിന്റെ പ്രചാരനായി കേരളത്തിൽ താമസിക്കുമ്പോൾ ഇത് പോരാ എന്നത് കുറച്ചുകൂടി നന്നായിട്ട് ഇതിനൊക്കെ ഉൾക്കൊള്ളണമെന്ന് മനസ്സിലാക്കണം വിചാരിച്ച് വടക്കേ ഇന്ത്യയിലെ പ്രവർത്തന മേഖലയിലേക്ക് പോവുകയും അവിടെ ഉജ്ജയിൽ ഒരു കുംഭമേള വിതരണം നടത്തി. അവിടുന്ന് അങ്ങനെ പിന്നെ ഹിമാചലിന്റെ ഭാഗങ്ങളിലേക്ക് പോയി. അവിടെ ഒരു പഴയ മുൻ പരിചയക്കാരൻ കേരളത്തിൽ വന്ന പരിചയക്കാരുടെ അഡ്രസ് എന്റെ ബൈബിളിലെ കോണിലുണ്ടായിരുന്നു, തോമസ് ബായ്. ആ അഡ്രസ്സിൽ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി, അദ്ദേഹത്തിന്റെ അടുത്ത് താമസിക്കുകയും ചെയ്തു. അപ്പൊ ഞങ്ങളുടെ പ്രവർത്തന മേഖല എങ്ങനെ വെച്ചാൽ രാവിലെ മുതൽ പ്രാർത്ഥിക്കുക, ബൈബിൾ വായിക്കുക. കേരളത്തിൽ നിന്ന് ആരെങ്കിലും അല്ലെങ്കിൽ ലോകത്ത് നിന്ന് എവിടെയെങ്കിലും ക്രൈസ്തവ സംഘങ്ങൾ മിഷണറി പ്രവർത്തകർ വന്നു കഴിഞ്ഞാൽ അവരവിടെ സപ്പോർട്ട് ചെയ്യുക, പുറത്തു പോയിട്ട് അവരെ വീടുകൾ കാണിച്ചു കൊടുക്കുക, പ്രവർത്തന മേഖലകൾ തിരിക്കുക, എന്നിടത്ത് ചെയ്യുക, അതിന് ഗൈഡ് ചെയ്യുക. അതാണ് ഞങ്ങളുടെ ഡ്യൂട്ടി ഉണ്ടായിരുന്നത്. അദ്ദേഹം വല്ല പ്രാർത്ഥിച്ചിട്ട് വാങ്ങിക്കുന്ന ആളാണ്. അദ്ദേഹം ശമ്പളമൊന്നും പറ്റാത്ത ഒരാളായി ഈ തോമസ് ഭായ്. അപ്പൊ അദ്ദേഹത്തിന് കിട്ടുന്ന ലഘുവായ അല്ലെങ്കിൽ എവിടുന്നേലൊക്കെ ആരെങ്കിലും സുഹൃത്തുക്കൾ അയച്ചു കൊടുക്കുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നതായിരുന്നു. പക്ഷെ അവിടെ വെച്ച് ഞാൻ സാധാരണ ദിവസങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി മലമേളിൽ പോകാറുണ്ട്. ഏകാന്തം എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. ആ ഏകാന്തയിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് എന്തായത് എനിക്കൊരു പ്രത്യേക വചനം വരികയും ഞാൻ എന്റെ അപ്പോഴത്തെ വിശ്വാസത്തിൽ സംശയമാവുകയും ചെയ്തത്. ആ വചനം ഇങ്ങനെയാണ്: ദൈവം ഈ വചനങ്ങളൊക്കെയും അരുളി ചെയ്തു, അടിമ വീടായ മിസ്രയീം ദേശത്ത് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ദൈവം ഞാനാകുന്നു. ഞാൻ അല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്. ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിന്റെയും പ്രതിമയെ അരുത്. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവ ഞാൻ തീക്ഷ്ണയുള്ള ദൈവമാകുന്നു. പക്ഷെ ഈ വചനം ഞാൻ സാധാരണ വായിക്കാറുള്ളതാണ്. ഞങ്ങളെ ബൈബിൾ പ്രഭാഷണത്തിലും സംസാരത്തിലൊക്കെ ഉൾക്കൊള്ളിച്ച് പ്രസംഗിക്കുന്നതാണ്. 10 കൽപ്പനയുടെ 1-ാം കൽപ്പനയാണ് ഇത് മെയിൻ ആയുള്ള. പക്ഷെ ഇതൊക്കെ ആകുമ്പോഴും ഇവിടെ ഒരു കാര്യം പറഞ്ഞു, നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ അല്ലാതെ അന്യ ദൈവങ്ങൾ ഉണ്ടാകരുത്. അപ്പൊ ഞാൻ എന്റെ മനസ്സുകൊണ്ട് പറഞ്ഞു, ഞാൻ അങ്ങനെ തന്നെയാണല്ലോ, ഞാൻ പെർഫെക്റ്റ് ആണല്ലോ, ഞാൻ അങ്ങനെ തന്നെയാണല്ലോ ചെയ്യുന്നത്. പക്ഷെ എന്റെ മനസ്സ് എപ്പോഴും വ്യാകുലപ്പെട്ടു. ഇതെന്തോ ഒരു പ്രശ്നം, ഒരു വല്ലാത്തൊരു മനസ്സിനൊരു എന്താ പറയാ, ഒരു വല്ലാത്തൊരവസ്ഥയിലായി മനസ്സ്. ഈ വേർഡ്സ് എന്നെ ദിവസങ്ങളോളം അലട്ടി. എനിക്ക് വീണ്ടും സംശയം വരികയാണ്. ഈ സംശയം വന്നതോടുകൂടി ന്യൂ ടെസ്റ്റ്മെന്റ് വായിക്കുകയാണ്. അപ്പൊ എനിക്ക് സംശയം വന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് സംശയം. ഞാൻ അങ്ങനെ തന്നെയുള്ള വാദിച്ചെങ്കിലും യേശു എന്താണ്? യഹോവയായ ദൈവം ഒന്ന്. അവിടെ വരുമ്പോ ട്രിനിറ്റി. ഇവിടെ ഏകദൈവ പാടുള്ളൂ എന്ന് പറയുന്നു, അവിടെ ട്രിനിറ്റിയാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ പൊരുൾ എന്താണെന്ന് മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ ആരോടും ചോദിക്കാൻ ധൈര്യപ്പെട്ടില്ല. ഞാൻ ബൈബിള് ഓൾഡ് ടെസ്റ്റ്മെന്റും ഒന്ന് വായിച്ചു നോക്കും. അവിടെ ഏകദൈവ വിശ്വാസം. ഓൾഡ് ടെസ്റ്റ്മെന്റ് 1-ാം അധ്യായം മുതൽ ഉൽപ്പത്തി മുതൽ മാലാഖി വരെ ഒക്കെ സംസാരിക്കുന്ന ഏകദൈവത്തെ കുറിച്ചാണ്. എല്ലാ പ്രവാചകന്മാരും, മോശ ആകട്ടെ, ആദമാകട്ടെ, നോഹ ആകട്ടെ, അബ്രഹാം ആകട്ടെ, ഇസാഖ് ആകട്ടെ, യാക്കൂബ് ആകട്ടെ, ഏലിയാവാകട്ടെ, എസെക്കിയേൽ ആകട്ടെ, യെരമ്യാ ആകട്ടെ, എല്ലാ പ്രവാചകന്മാരും ഏകദൈവ പ്രഘോഷണങ്ങളാണ് നടത്തുന്നത്. പക്ഷെ ന്യൂ ടെസ്റ്റ്മെന്റ് എടുത്ത് തപ്പി നോക്കുമ്പോൾ യേശുക്രിസ്തു സംസാരിച്ചു. പക്ഷെ യേശുക്രിസ്തു സംസാരിച്ചു. അപ്പൊ യേശു ഇപ്പൊ ആരാണ്? ഏകദൈവ പാടുള്ളൂ എന്ന് പറയുമ്പോൾ യേശു പിന്നെ ആര്? പരിശുദ്ധാത്മാവാര്? അതൊരു വലിയൊരു പ്രശ്നമായി മാറി. അപ്പൊ അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ന്യൂ ടെസ്റ്റ്മെന്റ് വീണ്ടും വീണ്ടും വായിച്ചപ്പോൾ യേശുവിന്റെ വചനങ്ങൾ, വായിൽ നിന്ന് വന്ന വചനങ്ങൾ എന്താണെന്ന്, പിന്നെ ലൂക്കോസിന്റെ സുവിശേഷകൃത്ത് വായിച്ചപ്പോൾ ഇത് തിമോത്തിയോസിന് എഴുതിയതാണെന്നും ഇത് ഫുള്ള് ഗോഡ്സ് വേർഡ്സ് ദൈവവചനം അല്ല എന്ന് മനസ്സിലായി. കാരണം ലൂക്കോസ് ആണ് ഇത് എഴുതിയിട്ടുള്ളത്. അപ്പൊ ആ കാര്യം എനിക്ക് നീങ്ങി കിട്ടി. അപ്പൊ ഇതിനകത്ത് സംശയം വന്നു. ലൂക്കോസ് എഴുതിയാണല്ലോ, ആർക്കാണ്? തെയോഫിലോസിന് എഴുതിയതാണ്. അപ്പൊ തെയോഫിലോസിന് എഴുതിയത്, ഞാൻ എന്റെ ഗ്രന്ഥം എന്ന് പറയുന്നത് ഞാൻ ഇന്ത്യക്കാരനാണ്, അങ്ങനെയൊക്കെ ചിന്ത പോയിട്ടുണ്ട്. ഇന്ത്യക്കാരനായി എനിക്കെങ്ങനെ അത് ബാധിക്കും?
അവസാനം അടുത്ത ചാപ്റ്റർ എടുത്തപ്പോ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനമാണ്. ഞാൻ കൊരിന്ത്യർക്കാരനല്ലല്ലോ, എന്നെ ബാധിക്കുന്നതല്ലല്ലോ ഇത്, ഞാൻ ഇന്ത്യക്കാരനല്ലേ. പിന്നെ അങ്ങനെയാണ് വായിച്ചു നോക്കുമ്പോൾ, ഓരോരോ ലേഖനങ്ങൾ നമ്മളെടുത്ത് വായിച്ചു നോക്കുമ്പോൾ നമുക്കായിട്ട് ലോകത്തിന് മൊത്തം വന്നൊരു സന്ദേശം എല്ലാന്ന് മനസ്സിലാവും. പിന്നെ നമ്മൾ വായിക്കുമ്പോൾ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം, റോമർക്ക് എഴുതിയ ലേഖനം, ഗാലത്യർക്ക് എഴുതിയ, എഫെസർക്ക് എഴുതിയ ലേഖനം, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം, തെസ്സലോനിക്കർക്ക് എഴുതിയ, തിമോത്തിയോസിന് എഴുതിയ ലേഖനം, തീത്തോസിന് എഴുതിയ ലേഖനം, അങ്ങനെ പല ആളുകൾക്ക് എഴുതിയ ലേഖനം. അപ്പൊ ഇതൊക്കെ ദൈവഗ്രന്ഥാണെന്ന് പറയുന്നതിൽ എനിക്ക് അല്ലെങ്കിൽ വിശ്വാസത്തിൽ ചാഞ്ചാട്ടം വന്നു. അപ്പൊ ഞാൻ വീണ്ടും അപ്പൊ പിന്നെ യേശു ആര്? അപ്പൊ യേശുവിന്റെ വചനങ്ങളൊക്കെ വായിച്ചു നോക്കുമ്പോൾ യേശു എന്താണ് വായിച്ച് മനസ്സിലാക്കി വന്നപ്പോൾ യേശു മുൻഗാമികളായ പഴയ നിയമത്തിലെ പ്രവാചകന്മാരെ പോലെ ഒരു പ്രവാചകനാണെന്ന് നമുക്കതൊന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. യേശു ക്രിസ്തു ആകാശഭൂമി ഉണ്ടായതിന് ശേഷം 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലേക്ക് വന്ന ആളാണ്. അതിനു മുമ്പേ ആകാശവും ഭൂമിയും ഉണ്ടായിരുന്നു. അപ്പൊ യേശു ഇതിലെ സൃഷ്ടിപ്പിലൊന്നും യാതൊരു പങ്കുമില്ല. യേശു ഇതിനെ സൃഷ്ടിച്ചതിൽ യാതൊരു പങ്കും ആർക്കില്ല, യേശുവിനില്ല. അതുപോലെ കൃഷ്ണനും അങ്ങനെ തന്നെയാണ്. കൃഷ്ണൻ വന്നിട്ട് 5000 വർഷമേ ഉള്ളൂ, അതിന്റെ മുമ്പ് ആകാശം ഭൂമി ഉണ്ടായിരുന്നു. അപ്പൊ കൃഷ്ണൻ സൃഷ്ടിച്ചല്ലോ ഈ പ്രപഞ്ചം. അപ്പൊ കൃഷ്ണനെ വണങ്ങേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ നമ്മൾ അതിനെ കുറിച്ച് മനസ്സിലാക്കി, കൃഷ്ണൻ ദൈവം എല്ലാം മുമ്പായിരുന്നു, സദ്വൃത്തരായ ആരോ ആയിരുന്നു. അവരെ ആരാധിച്ച ജനങ്ങൾ അവസാനം ആരാധന മൂർത്തി അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന അവസ്ഥയിലെത്തിയപ്പോൾ അവരെ ഓർക്കാൻ വേണ്ടി വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ചു. ആ വിഗ്രഹങ്ങൾ ദൈവങ്ങളായി ആരാധിക്കുന്നു. പിന്നെ കുറെ സാങ്കല്പിക കഥകളിൽ വന്ന മിഥ്യാമൂർത്തികളായ അയ്യപ്പൻ, ശിവൻ, ബ്രഹ്മാവ്, അങ്ങനെ കുറെ ആളുകൾ വന്നതാണ്. അപ്പൊ ജീവിച്ചിരിക്കുന്ന ശ്രീരാമനൊക്കെ ദൈവമാവില്ല. കാരണം അദ്ദേഹം വരുന്നതിന് മുമ്പ് ആകാശം ഭൂമി ഉണ്ടായിരുന്നു. ഉദാഹരണം, ശ്രീരാമന് അച്ഛന്റെ പേര് ദശരഥ മഹാരാജാവെന്നാണ്. ദശരഥ മഹാരാജാവിന് മക്കൾ ഒത്തിരി ഉണ്ടായിരുന്നു, ഭാര്യമാരെന്നെ 4 ഉണ്ടായിരുന്നു. മക്കൾ ഉണ്ടാവാത്തതിന്റെ മേലിൽ യാഗം നടത്തിയതിൽ പിന്നെ ഉണ്ടായ കൈസല്യ, കൈകൈ, സുമിത്ര എന്ന് പറഞ്ഞ ഭാര്യമാർ, 3 ഭാര്യമാരുണ്ടായാലും മക്കളുണ്ടായത്. അപ്പൊ അതാണ് ശ്രീരാമൻ. അപ്പൊ ഈ ശ്രീരാമൻ എന്താണ്? ആകാശഭൂമി സൃഷ്ടിച്ചതിൽ യാതൊരു പങ്കുമില്ല. കൃഷ്ണനും പങ്കില്ല, യേശുവിനും പങ്കില്ല. അപ്പൊ യേശു എങ്ങനെ ദൈവമാണ്? അപ്പൊ യേശു പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അത് നോക്കുമ്പോഴാണ് ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തീർന്ന ശേഷം ശിഷ്യന്മാർ ഒരുത്തൻ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, എനിക്ക് ആ സമയത്ത് ഇതൊക്കെ ഇമ്പോർട്ടന്റ് വേഴ്സ് ആണ്. അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതുവരെ ശ്രദ്ധിക്കാത്ത ഞാന് അത് ഇമ്പോർട്ടന്റ് ആയി ശ്രദ്ധിച്ചു. അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ദൈവമാണെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതൊരു പ്രവാചകൻ മാത്രമാണല്ലോ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ദൈവമല്ല. അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു. തീർന്ന ശേഷം ശിഷ്യരിൽ ഒരുത്തൻ അവനോട്, കർത്താവേ, യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. അപ്പോ ഇത് യോഹന്നാൻ സ്നാപകൻ എന്ന് പറഞ്ഞ ഒരു പ്രവാചകൻ ആ സമയത്ത് അവിടെ ഉണ്ട്. ഇദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും പരസ്പരം കാണുകയും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അവര് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. അതുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ പ്രത്യേകിച്ച് ഞങ്ങൾ ക്രൈസ്തവ സഭയിൽ ആയിരുന്ന അംഗങ്ങളായിരുന്ന സമയത്ത് യേശുവെ സ്തോത്രം, യേശുവെ നന്ദി എന്നാണ്. പക്ഷെ ബൈബിൾ പഠിപ്പിക്കുന്ന സ്തോത്രയാഗം അർപ്പിക്കുന്നു. പിന്നെ നമുക്കത് വേർതിരിഞ്ഞ് കിട്ടുന്നു. സ്തോത്രയാഗം അർപ്പിക്കുന്നതിന് പിതാവിനെ മഹത്വപ്പെടുത്തുന്നു എന്നാണ്. അപ്പൊ നമ്മൾ യേശുവിന് സ്തോത്രം പറയുന്നത് യേശു പോലും സ്വീകരിക്കില്ല. കാരണം യേശു ആകാശഭൂമികളെ സൃഷ്ടിച്ചിട്ടില്ല. യേശു വന്ന് 2000 വർഷങ്ങളൊക്കെ അല്ലെങ്കിൽ 2012 വർഷം എന്നൊക്കെ ആവുന്നുള്ളൂ. അപ്പൊ അതിനു മുമ്പുള്ള ആകാശം, ഭൂമി, അതിലുള്ള സർവ്വ ജീവജാലങ്ങളെ സൃഷ്ടിച്ച് പരിപാലിച്ചത് യേശു അല്ല എന്ന് നമുക്ക് വ്യക്തമായി. ഇന്ന് യേശു തന്നെ പറയുന്ന വചനം, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടത്, സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശദീകരിക്കപ്പെടണമേ. ഇവിടെ സ്വർഗസ്നായ യേശുവേ എന്നുള്ള വാക്ക് പറഞ്ഞിട്ടില്ല. യേശു ഒരിക്കലും സ്തുതി സ്വന്തം ആഗ്രഹിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എന്തൊക്കെയോ കൈകടത്തലിൽ ഗ്രന്ഥത്തിൽ വന്നു എന്ന് മനസ്സിലായി. അപ്പൊ മത്തായി സുവിശേഷം 6:9-13 നമുക്ക് കിട്ടി. 11 ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ 1-4 കിട്ടി. പിന്നെ യേശു എന്നെ പ്രാർത്ഥിച്ചത് യഹോവയോട് മത്തായിയുടെ 14:23 കാണാം. യേശു സ്വന്തമായിട്ട് പ്രാർത്ഥിച്ചു. മത്തായി സുവിശേഷം 14:23. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. ഇതൊക്കെ ഞാൻ ആദ്യം വായിക്കും പ്രസംഗിക്കുക ചെയ്തില്ല, ട്രിനിറ്റി ഉൾക്കൊണ്ടും കൊണ്ട് തന്നെ. പക്ഷെ ഇതൊന്നും അപ്പൊ എന്തായാലും മറനീങ്ങി വന്നില്ല. പക്ഷെ ദൈവം എന്നെ സന്ദർശിച്ചപ്പോൾ, അള്ളാഹു അല്ലെങ്കിൽ സൃഷ്ടാവ് എന്നെ യഥാർത്ഥത്തിൽ എന്റെ പ്രവർത്തനങ്ങളും എന്റെ പ്രാർത്ഥന സ്വീകരിച്ചപ്പോൾ യഥാർത്ഥ വഴി ഞാൻ അപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അതാ സത്യത്തിൽ ഉറപ്പിച്ചു നിർത്തുകയും സത്യം എനിക്ക് തരികയും ചെയ്യണമെന്നുള്ള പ്രാർത്ഥന ഉണ്ട്. അത് ബൈബിളിൽ നിന്ന് കിട്ടിയ തന്നെയാണ് ആ വാക്യങ്ങൾ. അപ്പൊ ആ പ്രാർത്ഥനയുടെ ഫലമായി എന്തോ ദൈവ കാരുണ്യത്താൽ എനിക്ക് ഇത് കിട്ടി. യേശു അപ്പൊ പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു. ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ലല്ലോ. ദൈവമായിരുന്നെങ്കിൽ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല എന്ന കാര്യം എനിക്ക് മനസ്സിലായി. അപ്പൊ യേശു പ്രവാചകനാണെന്ന് ഞാൻ നിരൂപിച്ചു. എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. അപ്പൊ ഞാൻ പിന്നെ ആരാധിക്കണം? അത് ഞാൻ ബൈബിൾ വീണ്ടും റിപ്പീറ്റ് ചെയ്തു. അന്ന് ഞാൻ ഹിമാചൽ പ്രദേശിലെ കുളുവിലാണ്, നമ്മുടെ തോമസ് ഭായിയുടെ പ്രാർത്ഥനാ ഭവനിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡെയിലി രാവിലെ വൈകിട്ട് ഇത് പഠിക്കാൻ വേണ്ടി വീണ്ടും ഇപ്പൊ സംശയം വന്നപ്പോൾ ഇത് ആരോട് പറയാൻ പറ്റില്ലല്ലോ, എന്നും മലമേൽ പോവായിരുന്നു. മലമേൽ പോയിരുന്നു, ഇത് പഠിക്കലായിരുന്നു എനിക്ക് പണി.
തോമസ് ഭായി ചോദിക്കുക എവിടേക്കാ പോകുന്നത്, ഞാൻ പ്രാർത്ഥിച്ച് ധ്യാനിച്ചു വരാൻ സഹോദരാന്ന് പറഞ്ഞിട്ട് ഞാൻ കയറിപ്പോകും. നല്ല മനുഷ്യനാണ്, നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഇല്ല, പറഞ്ഞില്ല. കാരണം യേശുവിനെ തള്ളിക്കറഞ്ഞ ഒരു കാര്യങ്ങള് പലരും യേശുവിനെ തള്ളിപ്പറഞ്ഞതിന്റെ പേരിൽ പുറത്താക്കപ്പെട്ടതും നികൃഷ്ടനായി മരിച്ചുപോയത് ചരിത്രമൊക്കെ സഭയിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ വിഷയം അവിടെ ചർച്ച ചെയ്യാൻ പാടില്ല. കാരണം ഞങ്ങൾ കേട്ടിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും. ഇത് ചർച്ച ചെയ്യാൻ എനിക്കുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല, അതാണ് ഒന്നാമത്. പിന്നെ എന്താണ് സമർത്ഥിക്കേണ്ടതെന്ന് ശരിക്കുള്ള ബേസിക് എനിക്ക് കിട്ടിയിട്ടില്ല, എങ്ങനെയാണ് സമർത്ഥിക്കേണ്ടതെന്ന്. അപ്പൊ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, യേശു ദൈവമല്ല എന്ന്. കാരണം ഒരുപാട് വാക്യങ്ങൾ